ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബീബ് അഷ്റഫ് ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സൈനിങ് ആയ രാത്വാ മാവിയ റാൾട്ടെ എന്ന് പറയുന്ന താരത്തെ പറ്റിയാണ്. അദ്ദേഹം മണിപ്പൂർ സ്വദേശിയാണ്. 26-കാരനായ ഗോൾ കീപ്പർ. ഇപ്പൊ നിലവിൽ FC ഗോവയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. ഒരു സ്വാപ്പ് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ നവീൻ കുമാറിനെ FC ഗോവയിലേക്ക് എത്തിച്ച് തിരിച്ച് അവിടുന്ന് രാത്വാ മാവിയ റാൾട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുമായിരുന്നു. നവീൻ കുമാർ കഴിഞ്ഞ സീസണിലും FC ഗോവയുടെ താരമായിരുന്നു. ഇനി രാത്വാ മാവിയ റാൾട്ടെ പറ്റി പറയുമ്പോഴത്തേക്കും ഷില്ലോങ് ലജോങ്ങിൽ നിന്നാണ് അദ്ദേഹം തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ബംഗളൂരു FC അദ്ദേഹം കുടിയേറി. 2004 ബംഗളൂരിൽ എത്തിയ ശേഷം 4 വർഷമാണ് അദ്ദേഹം ബംഗളൂരു FC കളിച്ചത്. AFC കപ്പിൽ 2016 ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ ആ ഫൈനൽ മത്സരത്തിൽ ഗോൾ കീപ്പറായിട്ട് ബാംഗ്ലൂരിന്റെ വല കാത്തത് രാത്വാ മാവിയ റാൾട്ടെ എന്ന് പറയുന്ന ഈ താരമായിരുന്നു. അന്ന് മികച്ച പ്രകടനമാണ് ബംഗളൂരു FC കാഴ്ചവെച്ചത്. അതിനുശേഷം ഒരു ലാസ്റ്റ് നിമിഷം ഗോളൊക്കെ വഴങ്ങിയാണ് ആ മത്സരം തോറ്റത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ സീസണിൽ മാത്രമാണ് ബംഗളൂരുവിൽ നിന്നും ഈ താരം FC ഗോവയിൽ എത്തുന്നത്. FC ഗോവയിൽ അദ്ദേഹത്തിന് ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഒരു 1-ാം നമ്പർ ഗോൾ കീപ്പർ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം FC ഗോവയിൽ എത്തുന്നത്. പക്ഷേ കട്ടിമണിയെയും റാൾട്ടെയും കടത്തി വെട്ടിക്കൊണ്ടാണ് മുഹമ്മദ് നവാസ് എന്ന് പറയുന്ന യുവതാരത്തിന് അവസരം കിട്ടുന്നതും പിന്നീട് എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം FC ഗോവയുടെ വല കാക്കുന്നതും. ഈ ഒരു സ്വാപ്പ് ഡീല് കേരള ബ്ലാസ്റ്റേഴ്സിനാണോ FC ഗോവയ്ക്കാണോ ഗുണം ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും കേരള ബ്ലാസ്റ്റേഴ്സിനാണെന്ന്. കാരണം നവീൻ കുമാറിനെക്കാളും ഒരു പടി മുകളിൽ രാത്വാ മാവിയ റാൾട്ടെ എന്ന് തന്നെയാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എന്റെ ഒരു അഭിപ്രായം. ഏതായാലും ഈ ഒരു സൈനിങ് ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ 1-ാം നമ്പർ ഗോൾ കീപ്പറായ ധീരജ് സിംഗും ഒരു മണിപ്പൂർ സ്വദേശിയാണ്. അതും ഒരു കൗതുകമുണർത്തുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രാൻസ്ഫർ ആയി വന്ന നൊങ്കപ്പട നോറം, അദ്ദേഹം ഒരു മണിപ്പൂർ സ്വദേശിയാണ്. 19 വയസ്സുകാരനായ ഈ ഒരു ലെഫ്റ്റ് വിങ്ങർ അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് പാടവും കൊണ്ടാണ് ഏറെ ശ്രദ്ധേയനായത്. അണ്ടർ 17 ലോകകപ്പിൽ ഇന്ത്യക്കായി ബൂട്ടണിഞ്ഞ ഈ താരം കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ആരോസ് കളിക്കുമ്പോൾ ഷില്ലോങ് ലജോങ്ങിനെതിരെ ഒരു 1-ാം തരം ഗോൾ നേടിയിരുന്നു. DSK ശിവാജയൻസിലും അതേപോലെ മിനർവ പഞ്ചാബിലും തന്റെ യൂത്ത് കരിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മിനർവ പഞ്ചാബിലൂടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ അണ്ടർ 17 അവസരം ലഭിക്കുന്നത്. പിന്നീട് ബോറിംഗ്ടൺ ബോഡോ എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹം AFF എലൈറ്റ് അക്കാഡമിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ അദ്ദേഹം ചെന്നൈയിൻ FC 2016 എത്തിയ ശേഷം ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരളയിലും മിനർവ പഞ്ചാബിലും ഒക്കെ കളിച്ചിരുന്നു. ഗോകുലം കേരളയ്ക്കായി ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോളും നേടിയിരുന്നു. സ്ട്രൈക്കറായും വിങ്ങറായും ഒക്കെ കളിക്കുന്ന ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഒരു മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഇതേവരെ അമർത്താത്തവരുണ്ടെങ്കിൽ അതൊന്ന് അമർത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അബീബ് അഷ്റഫ് ആൻഡ് സൈനിങ് ഔട്ട്.